ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ ടോക്ക് കാണുന്ന സമയത്ത് ഞാൻ കുറവലങ്ങാട് കൺവെൻഷനിലാണ്. ദൂരദേശങ്ങളിലുള്ളവരോട് വരാതിരിക്കുന്നവരൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈ കുറവലങ്ങാട് ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ പാല അല്ലേ ഈ ദേശത്തൊക്കെയുള്ള വരാതിരുന്ന എനിക്ക് ചെറിയൊരു പരിഭവമുണ്ട്. പരിഭവം തീർക്കാൻ വേണ്ടി നാളെ വന്നാൽ മതി കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ കരുണയാൽ സുഖമായിരിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. നമുക്കൊരു നന്മറിഞ്ഞതും കിട്ടുന്ന ദിവസമാണ്. ജെല്ലിച്ചിട്ട് സാക്ഷ്യം വായിക്കാം. പല നിയമങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട നിയമം വെക്കുകയാണ് കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻചി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സാക്ഷ്യം വായിക്കാം. ചെറിയ സാക്ഷിയാണ്. എന്നിട്ട് വചനം പറയാം. അജയ് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സുബി എന്നാണ്. എനിക്ക് 3 മക്കളുണ്ട്. ഞങ്ങൾ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ്. എൻ്റെ മകള് ബിടെക് പാസ്സായി. അവൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എംടെക്. അതുപോലെ തന്നെ നല്ല ജോലി കിട്ടിയാൽ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഏത് തിരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കൺഫ്യൂഷൻ അല്ലേ, പഠിക്കാൻ പോകണോ അല്ലെങ്കിൽ ജോലി തിരഞ്ഞെടുക്കണോ? കാരണം എംടെക് നല്ല കോളേജിൽ കിട്ടണമെങ്കിൽ ഗേറ്റ് എന്ന എക്സാം പാസ്സാകണം. അതിന് നല്ല കോച്ചിങ് ആവശ്യമുണ്ട്, നല്ല പൈസ ചിലവും. ആകെ കൺഫ്യൂഷനായി. ജോലി ആയില്ലേ എന്ന മറ്റുള്ള ചോദ്യം കൂടി ആയപ്പോൾ ആകെ വിഷമത്തിലായിരുന്നു, എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അച്ഛനെ കുറവലങ്ങാട് PDF സെന്ററിലൂടെ 1 ഡേ കൺവെൻഷൻ വന്ന് കണ്ടു. നമ്മുടെ PDF സെന്ററിലെ കൺവെൻഷൻ ഇല്ലേ, അപ്പൊ അച്ഛൻ ആയിരങ്ങളുടെ തലയിൽ കൈവച്ച് ബ്ലെസ് ചെയ്യുന്ന കണ്ടു. എനിക്ക് വളരെ അതിശയവും സന്തോഷവും തോന്നി. പിന്നെ നമ്മുടെ കുടുംബാംഗം വന്നാൽ നമ്മള് അല്ലേ അതെ. വൈകിട്ടും അച്ഛൻ പേഴ്സണലായി ഓരോരുത്തരെയും മീറ്റ് ചെയ്യും. അത് ശരിയാ. ചിലപ്പോൾ രാത്രി 10 വരെയൊക്കെ നിന്നിട്ട് ആൾക്കാരെ കണ്ടു തീർന്ന്. എനിക്കും കാണാൻ ദൈവം അവസരം തന്നു. അച്ഛൻ മോളുടെ തലയിൽ കൈവച്ച് ഉടൻ പറഞ്ഞു, മോൾക്ക് ദൈവം പഠിക്കാനും ഒരു നല്ല ജോലിയും ഒരുമിച്ച് കാണിക്കുന്നുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞ ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നി. ഇവരത് വെച്ചിട്ട് വരും, നമുക്കതറിയത്തില്ലല്ലോ ഈശോയുള്ളത് വെളിപ്പെടുന്നത്. നന്നായി പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാൻ. അതിന് ഫലമായി അവൾ പ്രാർത്ഥിക്കുകയും എന്നും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ഈശോ ഗേറ്റ് പാസ്സാക്കി തന്നു. അതുപോലെ തന്നെ ടെസ്റ്റ് സെന്റർ പാസ്സാക്കി നല്ല ജോലിയും കർത്താവ്. നോക്കിയേ, ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് 2 വട്ടിയായിരിക്കും. എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വചനം എന്നും എഴുതി പ്രാർത്ഥിക്കും, പ്രേരണ കിട്ടി അവൾക്ക്. എന്നിട്ട് അവള് പിന്നെ വചനം എഴുതി പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ഹയർ സ്റ്റഡിക്ക് പോകാനുള്ള ആഗ്രഹമൊക്കെ കൂടുതലായിട്ട് വന്നു. ഇന്ത്യയിലെ ഒരു മുൻനിരയിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് തന്നെയാണ് ഈ അവൾക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മുന്നേ മനസ്സിലായി. കാരണം അച്ഛൻ അവളെ കണ്ടപ്പോൾ, മോളെ പരിശുദ്ധാത്മാവ് നിനക്ക് പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞങ്ങ് നിർത്തി. അപ്പോൾ പഠിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അത് അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുത്ത് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒരുപാട് നന്ദി. പ്രാർത്ഥിച്ച അച്ഛനെ എല്ലാവർക്കും അച്ഛനെ സാക്ഷി ഒന്ന് വായിച്ചേക്കണം. ഉറപ്പായിട്ടും വായിക്കും, സംശയമില്ലല്ലോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്തിനാണ് ഇതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സാക്ഷ്യം വായിക്കുമ്പോൾ എന്താ ക്യാൻസർ മാറി അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേജർ ടെസ്റ്റിമണീസ് വായിക്കും. പക്ഷെ ഞാനങ്ങനെയല്ല, ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നവനാണ് ഈശോ. നമ്മുടെ പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ ഈശോ എങ്ങനെ ഇടപെടുന്നു, നമ്മൾ ധ്യാനത്തിനൊക്കെ പോകണം, പ്രാർത്ഥിക്കണം, എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണ് വായിക്കുന്നത്. മേജർ ടെസ്റ്റിമണീസ് ഒക്കെ നമ്മളെ പിന്നെ അഭിഷേകാന്തി അല്ലെങ്കിൽ എന്താണ് അഭിഷേകാന്തി എപ്പിസോഡിലൊക്കെ ഇടുള്ളൂ. ഇത് ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇതിനകത്ത് മേജർ ടെസ്റ്റിമണി എഴുതിയാൽ വായിക്കാൻ കാണാം. അതുകൊണ്ട് വായിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും കുഞ്ഞു സാധനങ്ങൾ കൂടെ കൂടുതൽ വായിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഇപ്പോൾ വലിയ ടെസ്റ്റിമണി എഴുതി അയക്കാതിരിക്കുന്നത്, ഞാൻ വായിച്ചോളാം. വായിക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിക്കുക, 10-18 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് ആശീർവാദം കൊടുത്ത് മക്കൾ ജനിച്ചത് അല്ലേ. അതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമില്ല, അത് മേജർ ടെസ്റ്റിമണികളല്ലേ. പ്രൈസ് ദി ലോർഡ് അല്ലേ. അതേപോലെ തന്നെ മറ്റേ ക്യാൻസർ ഇതൊക്കെ മാറിയത് ഒരുപാട് സംഭവങ്ങളല്ലേ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഉയർത്തപ്പെടാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിന് തത്തുല്യമായ വചനങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ ലേഖനം 2:9 വചനമാണിത്. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അപ്പൊ ഈശോയെ പിന്നെ അല്ലെ കർത്താവ് അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ പിതാവ് ഉയർത്തതിനെ കുറിച്ചുള്ള പിതാവ് ഉയർത്തി എന്നുള്ളതാണ് കറക്റ്റ്. പിതാവ് ഉയർത്തതിനെ കുറിച്ചുള്ള തിരുവചനഭാഗമാണത്. അതിന് മുകളിൽ കിടക്കുന്ന വാക്യമാണ് ഇതിനകത്തെ ഒരു കീ വേർഡ് എന്നറിയാം. മരണം വരെ, അതേ കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അത് വായിച്ചിട്ട് ഇത് വായിക്കാം. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്താൻ പറ്റുന്നതിന് മാക്സിമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ ഈശോ എന്ന നാമം, യേശു എന്ന നാമം അല്ലേ. കർത്താവ് വീണ്ടും വരാനിരിക്കുന്നവൻ
രക്ഷകൻ അല്ലേ, ഈശോ മിശിഹ, യേശുക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉയർത്തപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് പറയുന്നത് തന്നെ തന്നെ താഴ്ത്തുന്ന ഉയർത്തപ്പെടും. അത് ലിറ്ററൽ സെൻസിൽ ഇവിടെ ഈശോയിൽ കാണുകയല്ലേ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അനുസരണമുള്ളത്. അപ്പം നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് താഴ്ത്തപ്പെട്ട് പോകുമ്പോഴത്തേക്കും, ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും നമുക്കൊരു വോയിസ് ഇല്ല, നമ്മൾ ഇനി ഒരു സമൂഹത്തിൽ ചിലപ്പോൾ ആയിരിക്കും നമ്മൾ പറഞ്ഞ ആരും മൈൻഡ് ചെയ്യല, നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേട്ടതായിട്ട് ധരിക്കണ്ടേ, എടുക്കണ്ട, ആ ഓക്കെ കേട്ടോ, ശരി ശരി കേട്ടോ, ഇത്രയെങ്കിലും പറയണ്ടേ. നമ്മൾ ഏതാണ്ട് പിന്നെ മറ്റൊരു പാട്ടിൽ കയറിയിട്ട് പോലെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അങ്ങനത്തെ ഒരു പാട്ടുണ്ട്. അപ്പം നിങ്ങൾ തപ്പാൻ നോക്കും. അപ്പോൾ അതൊരു വേഴ്സിൻ്റെ ഇടയ്ക്കൽ വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതമൊക്കെ തീർന്നല്ലോ, തന്നെ താഴ്ത്തി, നമുക്കൊരു ഉയർച്ചയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. നിങ്ങളെന്ത് ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ വചന സത്യമാണെങ്കിൽ എളിയവരെ കർത്താവ് ഉയർത്തുന്ന പഴയമ്പത്തിനും പുതിയമ്പത്തിനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എളിമ എന്ന് പറഞ്ഞ സാധനം കാണുകയില്ല, അതാണ് ഇതിനകത്തെ വിഷയം. രണ്ട്, അനുസരണം കാണുകയില്ല. അപ്പോൾ നമ്മളിങ്ങനെ അനുസരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ശരിയാന്ന് നമ്മുടെ ആ ഒരു പിടിച്ചെടുത്ത് നടക്കണ്ടേ അല്ലേ. അത് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, നോക്കിയിരുന്നോ ഒരു ഉയർത്തപ്പെടലും ഉണ്ടാവില്ല. എന്താണ് പറഞ്ഞത്, ഇന്ന് മഴ പെയ്തപ്പോൾ ഇത്ര മണ്ണുണ്ടായിരുന്നു, അടുത്തിപ്പോൾ ഒരു കൂടി അടുത്ത മഴ ചെയ്യുമ്പോൾ കുറച്ചുകൂടി താന്നു പോകും എന്ന് പറഞ്ഞ പോലെ ആവും സ്ഥിതി. നമ്മൾ നിർത്തിയേക്കാം കേട്ടോ. സ്തുതിയായിരിക്കട്ടെ. സ്തുതിക്കാവോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ പോരാ, ഉച്ചത്തിൽ സ്തുതിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ദൈവമേ, വചന പൂർണ്ണത ജീവിക്കാൻ തക്കത് ദൈവിക ചൈതന്യം എന്നിലും ഇവരിലും ഒരുപോലെ ആവസിക്കട്ടെ എന്ന് ആശീർവദിക്കുന്ന കർത്താവ്. ദൈവമേ, ഇവർക്ക് എന്താണ് ഇപ്പോൾ ഒരു ആവശ്യം, ആ ആവശ്യത്തിൽ ഈ ആശീർവാദം ഒരു കൃപയായി മാറട്ടെ എന്ന് നിയോഗത്തിൽ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് വരുന്ന ദിവസങ്ങൾ കുറവലങ്ങാട് മർത്തമറിയും കർത്താവെ തീർത്ഥാടന കേന്ദ്രത്തിൽ ആർക്കിയെപ്പിസ്കോപ്പൽ പള്ളിയിൽ ചർച്ചിൽ കർത്താവ് കൺവെൻഷന് വന്ന് തീർത്ഥാടനം നടത്തി പോകാൻ ഇവർക്ക് വഴി തുറക്കപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നു. വിദേശങ്ങളിലെ പല സ്ഥലങ്ങളിലും ആത്മന പങ്കുചേരാൻ ദൈവകൃപ വ്യാപരിക്കട്ടെ. കർത്താവായ ദൈവം പ്രത്യേകിച്ച് ഇന്ന് സാക്ഷ്യത്തിൽ വായിച്ചു കേട്ടതുപോലെ കർത്താവ് കൺഫ്യൂഷനാണ്, ജോലിക്ക് പോകണോ അല്ലാന്നുണ്ടെങ്കിൽ ദൈവമേ എന്ത് ചെയ്യാം, അങ്ങനത്തെ കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കാൻ തക്കവിധം ഈ ഒരു ആശീർവാദം കൃപയായി മാറട്ടെ. അതുപോലെ തന്നെ ദൈവവിളി, വൈദികനാകണ സൃഷ്ട അങ്ങനത്തെ ഒരു കൺഫ്യൂഷനാണ്. അത് കല്യാണം കഴിക്കുന്നത് അതൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ 30-31 ദൈവവിളി ധ്യാനത്തിൽ കുറവിലങ്ങാട് PDM സെന്റർ ദൈവവിളി ധ്യാനത്തിൽ വരാനിടവരട്ടെ കർത്താവ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി തീരുമാനമെടുക്കാൻ ഒരു കൃപയുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.